നമസ്കാരം. ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലൊരു ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ വിമർശിച്ചും ഒരു ചെറുപ്പക്കാരൻ ഈ കേരളത്തിന് ഉപകരിക്കുന്ന ഒരു നമ്മുടെ ഭാവി കേരളത്തെ വാർത്തെടുക്കാൻ പ്രാപ്തിയുള്ള ഉശിരും ചുണയുമുള്ള ഒരു ചെറുപ്പക്കാരനെ എന്തിന്റെങ്കിലും പേരിൽ താറടിച്ച് മൂലക്കിടുന്നത് അല്ലെങ്കിൽ അപമാനിച്ച് മൂലക്കിരുത്തുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുന്നത് ശരിയല്ല എന്നതല്ല. ഇത് എന്റെ ഒരു അഭിപ്രായമാണ്. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ് ചെയ്യാത്തവരൊന്നും ഇല്ലല്ലോ. അവരാ തെറ്റ് തിരുത്തുമ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അബദ്ധം തിരുത്തുമ്പോ പിന്നീട് ഇത് ആവർത്തിക്കാതിരിക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അതാണ് എന്റെ ഒരു നിലപാട്. ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയാളുടെ പ്രായത്തിനോ അല്ലെങ്കിൽ അയാളുടെ യുവത്വത്തിനോ വെച്ചുകൊണ്ട് മറ്റുള്ളവരും കൂടി ചേർന്നിട്ട്, കാര്യം ഒരാൾ ഒറ്റയ്ക്കല്ല, രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്നതുപോലെ മറ്റവരും കൂടെ ചേർന്നിട്ട് അടിച്ച് ഒച്ച ഉണ്ടാക്കിയപ്പോ ആ ഒച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം വളഞ്ഞിട്ട് തല്ലുന്നതിലും അത് വെച്ചുകൊണ്ട് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നാളത്തെ ഒരു പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും കാലി തൂക്കി നിലത്തടിച്ച് പറഞ്ഞു വിടുക. അയാൾ ഈ രാഷ്ട്രീയത്തിൽ വേണ്ട. അത് കോൺഗ്രസിലെ ചില കടൽക്കടന്മാർക്കും ഇടതുപക്ഷക്കാർ രണ്ടുപേർക്കും രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുശല്യമാണ്. അവർക്കൊരു പേടിയാണ്, ഭയം കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഉശിരും ചുണയും അതിന്റെ പേടി കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ അവർ പെരുമാറുന്നത്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിച്ച് നാരായണക്കല്ല് എടുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന നിലയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കുറ്റം ചെയ്തോ ഇല്ല എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അയാൾ അത്തരത്തിലുള്ള എന്തെങ്കിലും വിക്രസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ്. കാരണം അയാള് ഈ പൊതു ഇടത്തിൽ ഇനി പണിയെടുക്കേണ്ട ഒരാളാണ്. കാര്യം ഒരു പൊതു പ്രവർത്തകനായി നിൽക്കേണ്ട ഒരാളാണ്. അത് അയാൾ ശ്രദ്ധിക്കേണ്ട ആളാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നാളെ കല്ലെറിയുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് അത് മനസ്സിലാക്കി അദ്ദേഹം നന്നായിക്കൊള്ളൂ എന്നാണ് എന്റെ ഒരു ധാരണ. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുന്ന മറ്റു പലരെയും നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. അതിൽ റിനിയെ നമ്മൾ സംസാരിച്ചു പോകാറുണ്ട്. എന്നാൽ റിനിയൊക്കെ ഒന്ന് തൊട്ട് നിങ്ങൾ പോകുന്നുണ്ട്. രാജൻ ജോസഫൊക്കെ വളരെ മോശമായി സംസാരിക്കാറുണ്ടല്ലോ, രാഹുലിനെ പഞ്ഞിക്കിടുന്ന വിധത്തിലൊക്കെ സംസാരിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. എന്തേ നിങ്ങൾ പരാമർശിക്കാത്തതെന്ന് ചോദിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ റിനിയെ കുറിച്ചും രാജൻ ജോസഫിനെ കുറിച്ചും സംസാരിക്കാമെന്ന് കരുതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഊരാകുടുക്കിലേക്ക് കൊണ്ടുവന്ന് നിട്ട റിനിയെ കുറിച്ച് നിങ്ങൾ എന്തേ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് നിസ്സാരമായ കാര്യമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടവും റിനിയും ഈ പറയുന്ന രാജൻ ജോസഫും മറ്റുള്ളവരും എല്ലാം ഒരുപോലെയാണ്. ഇവരാരും എനിക്ക് ചെലവിനും തരുന്നില്ല, ഇവർക്കാർക്കും ഞാൻ ചെലവിനും കൊടുക്കുന്നില്ല. ഇവരുടെയൊക്കെ പ്രവർത്തികൾ സമൂഹത്തിന് എങ്ങനെ വരുന്നു എന്നതനുസരിച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ഇടുന്നു. ഇത് തന്നെയല്ല എന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥായിയായി എനിക്ക് രാജൻ ജോസഫോ രാഹുൽ മാങ്കൂട്ടമോ റിനിയോ ഒരു ശത്രുവായിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ അവരുമായിട്ടൊരു കേസുമില്ല, അവരാരും തന്നെ എന്നെ ദ്രോഹിച്ചിട്ടുമില്ല. അപ്പൊ ആ നിലയ്ക്ക് റിനിയെ കുറിച്ചൊന്ന് ആദ്യം പറയാം. ഞാൻ എന്റെ മേഖല എന്ന് പറഞ്ഞാൽ അറിയാലോ, സൈക്കോളജിയാണ് എന്റെ മേഖല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് എനിക്ക് സമയമുള്ളത് കൊണ്ടാണ്. ചില ദിവസങ്ങളിൽ ഈ രണ്ടിടത്തും വീഡിയോ വരാറില്ല, ചിലയിടങ്ങളിൽ വൈകി മാത്രം ചില വീഡിയോകൾ വരും. ഇതിനൊക്കെ കാരണം എന്റെ മുന്നിൽ മറ്റ് ക്ലയൻസ് ഉള്ളത് കൊണ്ടാണ്. ഒരു ദിവസം ഒരു വീഡിയോ വന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഏതോ ഫാമിലി എല്ലാ സ്ഥലത്തും പോയി തളർന്ന് ഇനി സാബുവിന്റെ അടുത്ത് മാത്രം ഒന്ന് പോയി നോക്കാം എന്ന് കരുതി എന്റെ അടുത്ത് വന്ന് ഞാൻ അവരെ കൗൺസിലിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. മിക്കവാറും രാവിലെ ഒരു 10 മണിക്കൊക്കെ അവർ എത്തിക്കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഒരു 3-4 മണിയൊക്കെ ആകും. ആ 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ അപ്പ് ആൻഡ് ഡൗൺ സഞ്ചാരവും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദിവസം അങ്ങോട്ട് പോകും. ഒരൊറ്റ ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് എന്റെ ലൈൻ. അതുകൊണ്ട് ആ ദിവസത്തെ യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ ഒന്നുമല്ല എനിക്ക് മുഖ്യം, ആ ജീവിതമാണ്. അതിന് മാന്യമായ ഫീസും ഞാൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗമാണ് ഞാൻ എന്റെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എന്റെ സെക്കൻഡറി മാത്രമാണ്, സമയമുള്ളപ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും റിനിയുടെ വിഷയവും രാജൻ ജോസഫിന്റെ വിഷയമൊക്കെ വരുന്നത്. റിനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിനി അത്ര ഈ കാണുന്ന, അതായത് മാധ്യമലോകം സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് പൊളിക്കുന്നുണ്ടല്ലോ മൊത്തത്തില്, റിനി എന്തോ ഒരു ഭീകര ജീവിയാണ് എന്നൊക്കെ രീതിയിൽ പലരും പ്രതികരിച്ച് കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നേ ഇല്ല. റിനി എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞുപോയി. ആ പറഞ്ഞുപോയ കാരണം കൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു പാവം പെണ്ണാണ്. കഴിയില്ല, അതിനുള്ള ഒരു ഗട്സേ അതിനുള്ളൂ. വല്ലാണ്ട് പ്രഷർ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ, വലിയ സൈബർ ആക്രമണം നടത്തി കഴിഞ്ഞാൽ, അതിന് ചിലപ്പോൾ വേണ്ടാത്ത ബുദ്ധിവെല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതിന് ഞാൻ കാരണക്കാരനാകരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ വെറുതെ വിടുന്നത്. അതല്ലാത്ത വല്ല ചലഞ്ചേഴ്സ് നമ്മുടെ പിണറായി സഖാവിനെ പോലെയോ ഇനി അല്ലെങ്കിൽ PC ജോർജ് സാറിനെ പോലെയോ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. കാരണം അവർ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞോളും, അതിനുള്ള ഗട്സ് അവർക്കുണ്ട്. പക്ഷെ ആ ഒരു നാണയത്തെ നമ്മൾ ഇവരെ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ രാജൻ ജോസഫിന്റെ കാര്യത്തിലും റിനിന്റെ കാര്യത്തിലും എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പിന്നെ ദുഃഖിക്കേണ്ടി വരും.
ആ ദുഃഖത്തിൽ എനിക്ക് പങ്കാളിയാകാൻ വയ്യ. റിനി എന്ന് പറയുന്ന വ്യക്തിയെ വീഡിയോയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടുള്ള പരിചയം എനിക്കുള്ളൂ. പക്ഷെ എന്റെ മേഖല എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അനാലിസിസ്, ഇമോഷണൽ മാനേജ്മെന്റ് ക്ലാസ്സസ് ആയതുകൊണ്ട് അതിൽ റിനി ഏത് കാറ്റഗറിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആളെ കാണണമെന്നില്ല, വീഡിയോകൾ കാണുന്നുണ്ടല്ലോ, ചാനലിൽ കാണുന്നുണ്ട്, അതല്ലാതെ മറ്റല്ലാതെ പിക്ചേഴ്സ് കാണുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അതേത് കാറ്റഗറി ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അതിന്റെ മനസ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനെ വെറുതെ വിടുന്നതാണ്. ഒരു പരാമർശം നടത്തി അങ്ങ് പോകുന്നതാണ്. ഇനി റിനിക്ക് എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം, റിനിയെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടാകാം. ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് ഒന്നും ഇവിടെ ആരും കൊടുത്തിട്ടില്ല. രാഹുലിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ വേണ്ടി, മൂലക്കിരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ മാത്രമേ നമ്മൾ വിമർശിച്ചിട്ടുള്ളൂ. അതിനെതിരെ മാത്രമേ ശക്തമായി നിലകൊണ്ടിട്ടുള്ളൂ. രാഹുലിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരമാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്, ജനം കൊടുത്തോണ്ടിരിക്കുന്നത്. അത് അയാൾ ചെയ്യുമെന്ന പ്രതീക്ഷ. ഇവിടെയുള്ള രാഷ്ട്രീയ മേലാളന്മാരെല്ലാവരും കൂടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അടിച്ചൊതുക്കിക്കാണ്ടി കേരളത്തിന് ഒരു നവഭാവി തരും എന്നുള്ള ഒരു പ്രതീക്ഷ അവനിലേക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു പിന്തുണ, അത് തന്നെയാണല്ലോ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളച്ചനാണ് എന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ പേരിലാണോ നമ്മൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നത്? ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ദോഷകരമായിട്ട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും റിനി, അല്ലാതെ റിനിക്ക് ഇപ്പൊ രാഹുലിനോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ റിനി എന്ന് പറയുന്ന ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. അത് അതിന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ആ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ടും അതിനെ വല്ലാണ്ട് പരാമർശിക്കാതെ അങ്ങോട്ട് വിടുന്നതാണ്. നേരെ മറിച്ച് റിനി വല്ല ചാലഞ്ചേഴ്സ് കാറ്റഗറി വല്ല ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി അങ്ങോട്ട് പൊരിച്ചേനെ. അതിന് റിനി നന്നായിട്ട് പ്രതികരിക്കുകയും ചെയ്തേനെ. ഒരു വിഷയമില്ലാതെ പോയേനെ. നമ്മൾ ആളും തരവും കൊണ്ട് പെരുമാറണം എന്ന് പറയുന്നത് അത് ഇതാണ്. ഈ തരത്തിലാണ് എന്റെ ആളും തരവും. അതുപോലെ തന്നെയാണ് രാജൻ ജോസഫിന്റെ കാര്യം. രാജൻ ജോസഫിനെ എനിക്കറിയാം, എന്റെ സുഹൃത്താണ്, വ്യക്തമായി എനിക്ക് അറിയാവുന്ന ആളാണ്. ആ വ്യക്തമായി അറിയുന്ന ആളിന്റെ റേഞ്ചും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും രാഷ്ട്രീയ ബോധവും എനിക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് ഉള്ള പത്രപ്രവർത്തകരിൽ കേരളപ്പിറവി മുതൽ ഇങ്ങോട്ട് രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരുടെ മുഴുവൻ ചരിത്രം എടുത്താൽ, ഇടത് വലത് പാർട്ടികളുടെയും ഇപ്പോൾ BJPയുടെ ഒക്കെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നത്. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ചില വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ അദ്ദേഹത്തിനും ചില വ്യക്തിപരമായിട്ടുള്ള ചില വിഷമങ്ങളും ചില പ്രയാസങ്ങളും ഉണ്ട്. ആ പ്രയാസങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തെ വിടുകയാണ്. കാര്യം നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയല്ലേ ചെയ്യുന്നത്. എന്റെ അഭിപ്രായം ഞാൻ സത്യസന്ധമായി പറയുമ്പോൾ ചിലർക്കൊന്നും പറ്റുന്നില്ല. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ, നിങ്ങൾ അവരെ എതിർക്കല്ലേ, അങ്ങനെയാണ്. നമുക്കൊരിക്കലും ഒരാളെ സ്ഥായിയായ ശത്രുവല്ല. എപ്പോഴും വിളിക്കാൻ വേണ്ടി അതിനകത്ത് കോൺടാക്ട് നമ്പർ വെച്ചിട്ടുള്ളതാണ്. ചില വീഡിയോകൾക്ക് താഴെ എന്നെ കട്ട തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ നിരന്തരം കാണുന്നുണ്ട്. എന്റെ ആദ്യത്തെ കമന്റിൽ വന്ന് കണ്ട് എപ്പോഴും എന്നെ തെറി വിളിക്കുന്ന ഒരാളുണ്ട്. അനോണി പോസ്റ്റാണ്, ഞാനത് കാണുന്നുണ്ട് കമന്റ് ആയിട്ട്. പക്ഷെ ഞാൻ പ്രതികരിക്കാത്തത് അവർ എന്നെ കുറിച്ച് ആ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. CPM-നെ അനുകൂലിച്ചുകൊണ്ടും CPM-ന്റെ ആ പ്രവർത്തന മണ്ഡലത്തെ പ്രകീർത്തിച്ചുകൊണ്ടും എത്രയോ വീഡിയോകൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സഖാവ് പിണറായി വിജയനെ കുറിച്ച്, ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. V. ശിവൻകുട്ടി, നമ്മുടെ മന്ത്രി, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യത്തെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര പേരത് കണ്ടു? 1000 തികഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ സഖാക്കൾ കാണാത്തത് എന്റെ കുറ്റമല്ല. ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. BJP എന്നോ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ആര് എന്നുള്ളതല്ല, ചെയ്യുന്നത് എന്താണ് അതിന്റെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോകൾ ആ കണ്ടീഷനിൽ, ആ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിഷയം തൊടൂല. അത് എത്ര വലിയ വിഷയമായാലും തൊടൂല. അതുകൊണ്ടാണ് റിനിയെ ഞാൻ മാറ്റി നിർത്തിയേക്കുന്നത്, രാജൻ ജോസഫിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയേക്കുന്നത്. രാജൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധുവായ ഒരു മനുഷ്യനാണ്. ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വളരെ വ്യക്തമായി എനിക്കറിയുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വെറുതെ വിടുന്നു. രാഹുൽ മാങ്കൂട്ടത്തോട് യാതൊരു ദേഷ്യമുള്ള ആളല്ല അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തോട് സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും ഈ രാജൻ ജോസഫിനോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, PV അൻവർ ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി വന്ന് നിലമ്പൂരിൽ ഷൗക്കത്തിനെതിരെ അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഷൗക്കത്തും PV അൻവറും കീരിയും പാമ്പുമായി നിൽക്കുന്ന സമയത്ത് ഒരു കല്യാണ പന്തലിൽ അവർ രണ്ടുപേരും കൂടെ അടുത്തടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. അവർ ലോഹ്യം പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുന്നു. അതായത് വ്യക്തിപരമായി നമ്മൾ ആരോടും ദേഷ്യപ്പെടേണ്ടതില്ല. ആശയപരമായി നമുക്ക് അവരെ എതിർക്കാം. അത് ആശയപരമായി മതി. റിനി രാഹുൽ മാങ്കൂട്ടത്തിനെ കാര്യമില്ലാതെ നിലനിൽക്കാത്തൊരു കേസിന് എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം മതി. അതിന് റിനിയെ ഭർഷിക്കേണ്ട ഒരു ആവശ്യമില്ല. രാജൻ ജോസഫിന്റെ അഭിപ്രായം പറഞ്ഞു വന്നിച്ചുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
ഞാൻ സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടനെ പഞ്ഞിക്കിടാൻ വരുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടയ്ക്കാൻ വേണ്ടി കൂട്ടുനിന്ന റിനിയെയും അതേപോലെ രാജൻ ജോസഫിനെയും വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല ഞാൻ നടക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ പറയല്ലേ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇത് ന്യൂസ് ചാനലൊന്നും അല്ലല്ലോ ഇത്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയല്ലേ. ആ അഭിപ്രായങ്ങൾ സത്യസന്ധമായി പറയാൻ ശ്രമിക്കുന്നു. ചിലരൊക്കെ നമ്മളെ പിന്തുണയ്ക്കുന്നു, ചിലരൊക്കെ തെറി വിളിക്കുന്നു. നമ്മൾ പറയുമ്പോൾ അതവർ കേൾക്കുന്നു, അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ റിനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് മനസ്സിലായിടത്തോളം അതിന്റെ ആ ഫിഗറും അവരുടെ പശ്ചാത്തലവും ഒക്കെ കണ്ടതിൽ നിന്നും സൈക്കോളജിക്കലി ഞാൻ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അതിനെ വല്ലാണ്ട് ഫയർ ചെയ്ത് മനോവിഷമം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണല്ല. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അതിനെ വെറുതെ വിടുന്നത്. രാജൻ ജോസഫും അതുപോലെ തന്നെ ഒരു സാധു മനുഷ്യനാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും ഒക്കെ വളരെ വ്യക്തമായ നിലപാട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല. ഇവരെ രണ്ടുപേരെയും എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മറ്റെല്ലാവരുടെ കാര്യത്തിലും എന്റെ നിലപാടുകൾ ഇതൊക്കെ തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.